സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും മാട്രിക്സ്ലാബ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കരിമരുന്നിനെ കുറിച്ചും അതിന് കിടക്കുന്ന രാസവസ്തുവിനെ കുറിച്ചും അതിനെ കത്തുന്നതിനെ കുറിച്ചുമൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അത് ശരിക്കും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രമാണ്. അത്രയും നമ്മളെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ആ ഒരു രാസസംയുക്തത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു വീഡിയോ ഇട്ടിരുന്നത്. പക്ഷേ നമ്മുടെ ചില സുഹൃത്തുക്കൾ ഈ കരിമരുന്ന് കൊണ്ട് മറ്റ് ഇതുപോലെ കത്തുന്ന വസ്തുക്കൾ കൊണ്ടുള്ള റോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു, റോക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെന്ന് താഴെ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സർവ്വസാധാരണമായിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു രീതിയിലുള്ള റോക്കറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് പല തരത്തിൽ റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഒരു തരത്തിലുള്ള റോക്കറ്റ് ഉണ്ടാക്കുന്ന രീതി മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുള്ളൂ. മാത്രമല്ല 3 തരത്തിലുള്ള ഇന്ധനം ഉപയോഗിച്ച് നമ്മൾ ഈ ഹോബി റോക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സാധാരണക്കാർക്ക് റോക്കറ്റ് ഉണ്ടാക്കാൻ 3 തരത്തിലുള്ള ഇന്ധനം ഉപയോഗിക്കാൻ പറ്റും മെയിനായിട്ട്. ബാക്കിയുള്ള റോക്കറ്റ് എഞ്ചിനുകളെക്കുറിച്ചും ബാക്കിയുള്ള റോക്കറ്റ് ഇന്ധനങ്ങളെക്കുറിച്ചും അതിൻ്റെ രാസവസ്തുക്കളെക്കുറിച്ചും അത് കത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നീട് ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാകാൻ പോകുന്നത് ശരിക്കും ഇന്നത്തെ ആധുനിക എല്ലാ സ്പേസിലോട്ട് വിടുന്ന റോക്കറ്റ് ഉൾപ്പെടെയുള്ള സകല റോക്കറ്റുകളുടെയും മുൻഗാമി ആയിട്ടുള്ള റോക്കറ്റിൻ്റെ ഒരു മോഡലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് 13ാം നൂറ്റാണ്ട് മുതലാണ് ശരിക്കും ഇത് വ്യാപകമായിട്ട് ഇത്തരം റോക്കറ്റുകൾ ഉണ്ടാക്കി തുടങ്ങിയത്. ശരിക്കും കൊറിയക്കാരും ജപ്പാൻകാരുമാണ് ശത്രുക്കളെ ഓടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ആയുധം എന്ന രീതിയിൽ ഇത് ഉണ്ടാക്കി ഇന്ത്യക്കാരാണ്. നമ്മൾ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഒരു ഇരുമ്പ് റോക്കറ്റാണ്. ഇരുമ്പിൽ ആദ്യമായിട്ട് റോക്കറ്റ് ഉണ്ടാക്കി അവരാണ്. ഇതേ റോക്കറ്റിൻ്റെ അടിസ്ഥാന തത്വം തന്നെയാണ് വലിയ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളൊരു ഇന്ധനവും ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റും ഒരു ട്യൂബിൽ പ്രത്യേക രീതിയിൽ നിറയ്ക്കുക. അതായത് താഴെയുള്ള ഒരു എക്സോസ്റ്റ് വാൽവ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഹോൾ കാണും. അതിൽ കൂടെ അതിശക്തമായ ഫോഴ്സിൽ ഇതിൻ്റെ ഗ്യാസ് പോകുന്ന രീതിയിൽ നമ്മൾ ഓക്സിഡൈസറും ഇന്ധനവും നിറയും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിഡൈസർ എന്ന് പറയുന്നത് പൊട്ടാസ്യം നൈട്രേറ്റും ഇന്ധനം എന്ന് പറയുന്നത് കരിയുമാണ്. ഞാൻ കരിമരുന്നിൻ്റെ ആ വീഡിയോ നിങ്ങൾ പറഞ്ഞത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ചാനൽ കയറി കാണാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻസ്ക്രീൻ ഞാൻ കൊടുത്തിരിക്കും. അതായത് അങ്ങനെ ഒരു ബേസിക് ടെക്നിക്കാണ് നമ്മൾ ഇവിടെയും വലിയ റോക്കറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന കണക്ക് നമ്മളുണ്ടാക്കുന്ന കൽപ്പാട്ടം കാറും ഒറിജിനൽ കാറും കാറ് തന്നെയാണ്. പക്ഷേ രണ്ടിനും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ സങ്കീർണതയാണ്. അതുപോലെയാണ് ഈ റോക്കറ്റ്. നമ്മളുണ്ടാക്കുന്ന ഈ ചെറിയ റോക്കറ്റും സാധാ വലിയ റോക്കറ്റും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ സാധാരണക്കാരുണ്ടാക്കുന്ന റോക്കറ്റ് ആയാലും വലിയ നാസ, ISRO പോലുള്ള സ്പേസ് ഏജൻസികൾ ഉണ്ടാക്കുന്ന സങ്കീർണമായ റോക്കറ്റ് ആയാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പരാജയം. നമ്മൾ ഉണ്ടാക്കുന്ന റോക്കറ്റ് ചിലപ്പോൾ ലോഞ്ച് ചെയ്ത് ചിലപ്പോൾ താഴത്ത് പൊട്ടിത്തെറിച്ചു പോകും. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. വലിയ റോക്കറ്റുകൾക്ക്, ഒരുപാട് സങ്കീർണമായ വലിയ റോക്കറ്റുകൾക്ക് പല കാരണങ്ങൾ, ഒരുപാട് കാരണങ്ങളുണ്ടാകും പരാജയപ്പെടാൻ. പക്ഷേ നമ്മുടെ ചെറിയ ഉണ്ടാക്കുന്ന റോക്കറ്റുകൾക്ക് 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി വിജയകരമായിട്ട് നമുക്ക് ഒരു റോക്കറ്റ് ഉണ്ടാക്കി മുകളിലേക്ക് ഉയർത്താൻ കഴിയും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയും. അതുകൊണ്ട് അവസാനം വരെ കാണുക. പകുതി മാത്രം കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും, അതായത് ഒരു കാരണവശാലും റോക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ നമ്മൾ സാധാരണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചെറിയ റോക്കറ്റും മീഡിയം റേഞ്ചിൽ പോകുന്ന ഒരു മീഡിയം സൈസുള്ള റോക്കറ്റും വലിയ റോക്കറ്റും എല്ലാം ഉണ്ടാക്കാൻ പല തരത്തിലുള്ള രീതികളുണ്ട്. അതായത് ഒന്നിലധികം രീതികളുണ്ട്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് സർവ്വസാധാരണമായിട്ട് നമ്മൾ ഈ മീഡിയം സൈസ് റോക്കറ്റ് ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ റിക്വസ്റ്റ് കാരണമാണ് ഞാനിത് ഉണ്ടാക്കി. അതുകൊണ്ട് മറ്റ് രീതികളൊന്നും ഞാൻ ഇതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടില്ല. സാധാരണ വളരെയധികം ഹൈറ്റിൽ പോകുന്ന മീഡിയം സൈസിലുള്ള റോക്കറ്റാണ് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. റോക്കറ്റിന് 3 സെക്ഷനുണ്ട്. ഒന്ന് ഇതിൻ്റെ വാലറ്റ്, അതായത് ഇതിൻ്റെ എൻഡ് അറ്റം, അതിൻ്റെ അകത്ത് മറ്റേ എക്സോസ്റ്റ് വാൽവ് ഉണ്ടാക്കേണ്ട അറ്റമാണ്. അതായത് നമ്മൾ ഈ ഗ്യാസ് പുറത്തു പോകാൻ വേണ്ടിയിട്ടൊരു ഹോൾ ഇവിടെ ഇടണം. ഒന്നുകിൽ നമ്മൾ ആദ്യമേ ഇത് അടിച്ച് ഞാൻ കാണിക്കാൻ പോകുന്ന രീതിയിൽ ഇത് മണ്ണിട്ട് അടിച്ചുണ്ടാക്കണം. അല്ലെങ്കിൽ ഇതുപോലൊരു സ്ക്രൂ, ഒരു കമ്പ്, ഒരു സെറ്റപ്പ് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വച്ച് നമ്മൾ ആദ്യമേ മണ്ണടിച്ചിറക്കി ഒരു ഹോൾ ഇവിടെ ആൾറെഡി ഉണ്ടാക്കിയതിന് ശേഷം റോക്കറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ എൻഡിലുള്ള നമ്മൾ എക്സോസ്റ്റ് വാൽവ് സാധാരണ ചെറിയ റോക്കറ്റ് നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ചെറിയ കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ്. നന്നായിട്ട് പൊടിച്ച കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ മിഡ് സെക്ഷൻ, അതായത് ഇന്ധനമായിട്ട് നമ്മൾ പല സംഭവങ്ങളും ഉപയോഗിക്കും. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കരിയാണ് ഇന്ധനമായിട്ട്. പിന്നെ അല്ലാതെ നമ്മൾ പഞ്ചാര ഉപയോഗിക്കാറുണ്ട്, പഞ്ചാര പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുമാത്രമല്ല ഈ അലൂമിനിയം പോലുള്ള ലോഹങ്ങളും ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാനീ പറഞ്ഞ 3ാമത്തെ ഇന്ധനം, അതായത് അലൂമിനിയം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊപ്പൽഷൻ ഇന്ധനം ശരിക്കും വലിയ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നാസയൊക്കെ വിക്ഷേപിച്ച സ്പേസ് ഷട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ISROയും മറ്റ് സ്പേസ് ഏജൻസികൾക്ക് വിക്ഷേപിക്കുന്ന റോക്കറ്റിൻ്റെ സപ്പോർട്ടിങ് റോക്കറ്റുണ്ട്. അത് ചെറിയ റോക്കറ്റുകളും സോളിഡ് പ്രൊപ്പൽഷൻ യൂണിറ്റുകളിലൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു. അലൂമിനിയത്തിൻ്റെ കൂടെ ഈ ഓക്സിഡൈസറായിട്ട് അമോണിയം പെർക്ലോറേറ്റോ
പിന്നെ ബൈൻഡിങ് ഏജൻറ്റായിട്ട് മറ്റ് പോളിമറിൻ ബൈൻഡിങ് ഏജൻറ്റുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ആ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് ISROയിലും DRDOയിലും ഒക്കെ നിർമ്മാണം വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ജോലി കിട്ടാൻ നിങ്ങൾ കെമിക്കൽ സയൻസോ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിങ്ങോ എടുത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ വേക്കൻസിയൊക്കെ വളരെ വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇന്ധനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടൈപ്പ് റോക്കറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ റോക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതുപോലൊരു ട്യൂബാണ് വേണ്ടത്. ഇവിടെ ഞാൻ പേപ്പറിലാണ് ഈ ട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഏത് സൈസിലുള്ള ട്യൂബ് വേണമെങ്കിലും പേപ്പറിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട്, അതായത് A4 സൈസോ മറ്റോ പേപ്പർ എടുത്തിട്ട് 5-6 സെൻറ്റിമീറ്റർ നീളത്തിൽ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ചുരുട്ടിയെടുക്കാൻ പറ്റും. മിക്കവാറും ഒരു 1.5 മുതൽ 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരെയുള്ള, അതായത് ആരം ഉള്ള ട്യൂബാണ് നമുക്ക് ഏറ്റവും നല്ലത് ഇതിന്. അതായത് മീഡിയം റേഞ്ച് റോക്കറ്റ് ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അതിലും വലുത് ഉണ്ടാക്കരുത്. അതിൻ്റെ കാരണം ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഒരു ട്യൂബും പിന്നെ ആ ട്യൂബിൻ്റെ അതേ സൈസിലുള്ള ഒരു കമ്പും വേണം. ഞാനിവിടെ പറയാൻ പോകുന്നത് റോക്കറ്റ് ഉണ്ടാക്കാനുള്ള ഒരു രീതി മാത്രമാണ്, ബാക്കിയുള്ള ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു ഇന്ധനം, അതായത് കരിമരുന്ന് ഉപയോഗിച്ച് മാത്രമേ ഇവിടെ ഞാൻ ഇപ്പോൾ റോക്കറ്റ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഞാൻ അതിനുവേണ്ടി നമുക്ക് വേണ്ട ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത്. ഈ ഫസ്റ്റ് ആദ്യമായിട്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ റോക്കറ്റിൻ്റെ സൈസിന് ഒരു മാർക്ക് ഇട്ടതിന് ശേഷം ഒരു 1.5 സെൻറ്റിമീറ്ററിന് അടുത്ത മാർക്കും 5 സെൻറ്റിമീറ്ററിന് അടുത്ത മാർക്കും 1 സെൻറ്റിമീറ്റർ അടുത്ത മാർക്ക് ഇടുക. ഇത് കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ റോക്കറ്റിൻ്റെ ഫുൾ സൈസ് ഇറക്കി വെച്ചതിന് ശേഷം 1.5 സെൻറ്റിമീറ്റർ നമുക്ക് മണ്ണ് നിറച്ച് വാൽവിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് 5 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഇന്ധനം നിറയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1 സെൻറ്റിമീറ്റർ മോൾ ഭാഗം അടയ്ക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്കിങ് ഇട്ടേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ട്യൂബ് സൈസ്, അതായത് മീഡിയം, അതായത് 3 സെൻറ്റിമീറ്റർ വരെയുള്ള ഏത് ട്യൂബ് സൈസ് വേണമെങ്കിലും, അതായത് ചെറുത് മുതൽ വലുത് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള റോക്കറ്റ് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാനിവിടെ ഈ പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അടിഭാഗം നിറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിച്ച കളിമണ്ണാണ്. പൊടിച്ച കളിമണ്ണും പിന്നെ കരിമരുന്നും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത്. പിന്നെ ഇതിൻ്റെ അടിവശത്ത് എക്സോസ്റ്റ് വാൽവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു 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 ചെറിയൊരു തടിയിൽ ഒരു സ്ക്രൂ മുറുക്കി വെച്ചു. അതായത് ഞാൻ കാണിച്ചു തന്നത് ആദ്യത്തെ ട്യൂബ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് കളിമണ്ണ് അടിച്ച് നിറച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ അകത്ത് ഹോൾ ഇടുന്നതിന് പകരം ആദ്യമേ നമുക്കിതിൻ്റെ നടുക്ക് കൃത്യമായിട്ട് വെച്ചതിന് ശേഷം കളിമണ്ണ് അടിച്ചിറക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ആ ഹോൾ ഇടാതെ തന്നെ എക്സോസ്റ്റ് വാൽവ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ആദ്യം ഈ സ്ക്രൂവിൻ്റെ സ്ക്രൂ കൃത്യം നടുക്ക് വരുന്ന രീതിയിൽ നമ്മൾ കുഴൽ വയ്ക്കും. അതിനുശേഷം നമ്മൾ കളിമണ്ണ് എന്നിട്ട് സൈഡ് മുഴുവൻ നല്ല രീതിയിൽ അടിച്ചുറപ്പിക്കും. അതിനുശേഷം നമ്മുടെ കമ്പെടുത്ത് കൃത്യമായ രീതിയിൽ അടിച്ചുറപ്പിക്കും. ഒരു ചുറ്റികയോ മറ്റോ എടുത്ത് നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ അടിച്ചുറപ്പിക്കണം. നമ്മൾ ആ ബേസ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കരിമരുന്നിൻ്റെ അകത്തേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ആ അളവ് നോക്കുക. ഇനി കുറച്ചുകൂടി ആയാൽ മാത്രമേ നമ്മൾ ആ അളവിനനുസരിച്ച് വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഏതാണ്ട് ആ ഒരു അളവെത്തി. അപ്പോൾ നമ്മൾ ആ ഒരു 5 സെൻറ്റിമീറ്റർ അളവ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതുവരെ, അതായത് ഈ അളവെത്തുന്നത് വരെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കളിമണ്ണ് കൊണ്ട് അടയ്ക്കണം. ഇപ്പോൾ നമ്മൾ റോക്കറ്റിനെ 3 ഘട്ടങ്ങളും അടിച്ച് ഉറപ്പിച്ച് ശരിയായി കഴിഞ്ഞു. ഇനി ഇത് വളരെ സൂക്ഷിച്ച്, അതായത് ആ ഹോള് വരുന്നിടത്ത് ഇത് ഊരിയെടുക്കാം നമുക്ക് സ്ക്രൂവിൽ നിന്ന്. ഇപ്പം നമ്മുടെ ആ ഒരു എക്സോസ്റ്റ് വാൽവ് വന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്ര ചെറിയ ഹോളിലൂടെയാണ് ഈ ഗ്യാസ് പുറത്തോട്ട് വരുമ്പോൾ നല്ല ഫോഴ്സിന്, അതായത് ഇങ്ങോട്ട് വരുന്നതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ഫോഴ്സിന് ഇത് മുകളിലോട്ട് പോകും. അപ്പോൾ അതാണ് ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം അനുസരിച്ചുള്ള റോക്കറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് ചുമ്മാ ഹോൾ ഇടാതെ തന്നെ നമുക്കിവിടെ ഒരു എക്സോസ്റ്റ് വാൽവ് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഈ ഒരു രീതിയിലെ ആ ഒരു ഗുണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഹോൾ ഇടേണ്ടി വരും. അത് നമ്മൾ പ്ലയറോ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതുകൊണ്ട് ഏതാണ്ട് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അത് ഇങ്ങനെ ഹോൾഡ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് ചെറിയ പടക്കവും പിടിപ്പിക്കാം, അത് മോളിൽ ചെന്ന് പൊട്ടിത്തെറിയാൻ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇതെങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പോണ കാണാൻ തന്നെ നല്ല രസമാണ്. അത് മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ
നമുക്ക് ഒരെണ്ണം ഉണ്ടാകും. പിന്നെ അതിന് ഈ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ തീപ്പൊരി കണക്ക് ചേർന്നത് വേറൊരു രീതിയിലാണത്. ഈ സ്റ്റാർസ് പറയും. ഈ വേറൊരു വീഡിയോ ചെയ്ത് നമുക്ക് ഫ്ലാഷ് പൗഡറും ഗൺ പൗഡറും എല്ലാം കൂടെ വെച്ചിട്ട് ഈ ഉണ്ട രൂപത്തിൽ, അതായത് ഗ്രാന്യൂൾ രൂപത്തിലാക്കിയിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അത് ശരിക്കും ഒരു കലാപരമായ കഴിവായിട്ടൊക്കെയാണ് കാണുന്നത്. ജപ്പാനിലൊക്കെയാണ് കൂടുതൽ അവർ ചെയ്യുന്നത് ഈ ആകാശവർണ്ണ കാഴ്ച എന്ന് പറയും. അപ്പോൾ ഇനി അവസാനമായിട്ടുള്ളത് റോക്കറ്റിൻ്റെ ടെയിൽ ഭാഗമാണ്. അതിനുവേണ്ടി ഞാൻ 2 ഈർക്കിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ റോക്കറ്റിന് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, നമ്മൾ ആ ചെറിയ വാൽവ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ തിരി കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോക്കറ്റ് റെഡിയാവും. പിന്നെ ഈ സംഭവം കത്തിച്ച് കൊടുത്താൽ അത് വെച്ചിട്ട് പൊക്കും. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇരുട്ടാണ്. ഇപ്പോൾ നമുക്കൊരു റോക്കറ്റ് പരീക്ഷിച്ച് നോക്കാം. മറ്റേത് നമുക്ക് പിന്നീട് പരീക്ഷിച്ച് നോക്കാം. അടിപൊളി. പക്ഷേ അതിൻ്റെ വാൽവിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ഇതുപോലുള്ള റോക്കറ്റുകൾ ഉണ്ടാകുന്ന പല വീഡിയോകളും നമ്മൾ യൂട്യൂബ് ഉൾപ്പെടെയുള്ള പല പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് ലഭ്യമാണ്. പക്ഷേ ഇത് എങ്ങനെ പരാജയപ്പെടുന്നു, അതായത് ഇതിന് പരാജയപ്പെടുന്നതിനെ പറ്റിയുള്ള വീഡിയോകൾ മിക്കതിലും കാണാറില്ല. അതായത് നമുക്കറിയാം, ഇപ്പം നാസ ഉൾപ്പെടെയുള്ള വലിയ സ്പേസ് ഏജൻസികൾ ഉണ്ടാക്കുന്ന സങ്കീർണമായ റോക്കറ്റുകൾ പോലും പരാജയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ റോക്കറ്റുകളും പരാജയപ്പെടും. അതായത് ഞാൻ ഉണ്ടാക്കിയതിൽ തന്നെ ഒരുപാട് റോക്കറ്റുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ റോക്കറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെടാൻ കാരണം? അതിൻ്റെ ചില കാരണം എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫെയിൽ ആവാനുള്ള ഒന്നാമത്തെ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ ആ ഒരു കത്തലാണ്. നമുക്ക് അതിശക്തമായി കത്തുന്ന ഇന്ധനവും വേണ്ട, ഒരു വേഗത കുറഞ്ഞ് കത്തുന്ന ഇന്ധനവും നമുക്ക് വേണ്ട. നമുക്ക് ഇതിൻ്റെ രണ്ടിനെയും നടുക്ക് നിൽക്കുന്നത് ഏതാണ്ട് നല്ല രീതിയിൽ കത്തുന്ന ഇന്ധനങ്ങളാണ് റോക്കറ്റിന് വേണ്ടി വേണ്ടത്. അത് കരിമരുന്ന് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശക്തി കൂടിയ കരിമരുന്ന് ഒരിക്കലും റോക്കറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറില്ല. അതായത് ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള ഗൺ പൗഡർ, ഗ്രാന്യൂൾ ആക്കിയിട്ടുള്ള കരിമരുന്ന് ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാറില്ല. നല്ലതായിട്ട് പൊടിച്ച് നല്ല ഫൈൻ പൗഡറായിട്ടുള്ള കരിമരുന്നാണ് റോക്കറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഭയങ്കരമായിട്ട് കത്തുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യുന്നത് തെറ്റാണ്. രണ്ടാമത്തെ പോയിന്റ് അതാണ്. അതായത് നമ്മൾ ഇന്ധനം ഇതിനകത്ത് നിറയ്ക്കുമ്പോൾ നല്ല രീതിയിൽ പാക്ക് ചെയ്ത്, അതായത് നല്ല ചേർത്ത് അടിച്ച് അമർത്തിയാണ് ഇതിൻ്റെ അകത്ത് വെക്കേണ്ടത്. എന്തെങ്കിലും ഒരു എയർ പോക്കറ്റോ എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തീ അകത്ത് കയറി കത്തിപ്പിടിക്കുകയും ഇത് എല്ലാം കൂടെ മൊത്തത്തിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഇതിൻ്റെ എക്സോസ്റ്റ് വാൽവിൻ്റെ ശക്തിയാണ്. അതായത് ഇതിൻ്റെ ഗ്യാസ് പുറത്തേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എക്സോസ്റ്റ് വാൽവ്. അതായത് ഈ മിഡ് സെക്ഷനിൽ കത്തിയ ഗ്യാസുകളെല്ലാം അതിശക്തമായ ഫോഴ്സിൽ ഇത് പുറത്തേക്ക് പോകുമ്പോൾ ആ കിട്ടുന്ന ബലത്തിലാണ് റോക്കറ്റ് മുന്നോട്ട് പോകാനുള്ളത്. അപ്പോൾ ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ വ്യാസം, അതായത് ഇതിൻ്റെ ഹോളിൻ്റെ വലുപ്പം കൂടുതലായിരുന്നാൽ മിക്കവാറും ഇത് മുകളിലോട്ട് പൊങ്ങി പോകത്തില്ല. ഇപ്പോൾ ചെറിയ ഹോളായിരുന്നാൽ അത്രയും ഫോഴ്സിന് ഇത് താഴേക്ക് വരും. അപ്പോൾ ആ ഫോഴ്സ് കൊണ്ട് ഇത് നേരെ മുകളിലേക്ക് പോവുകയും ചെയ്യും, ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം അനുസരിച്ച്. അതായത് ഈ എക്സോസ്റ്റ് വാൽവ് അല്ലെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് പോകുന്ന ഈ ഹോളിൻ്റെ സൈസ് ഏറ്റവും കുറഞ്ഞാലും ഒരുപാട് കൂടിയാലും, അതായത് ഈ ട്യൂബിൻ്റെ അത്രയും സൈസിന് ഒരിക്കലും ഈ ഹോൾ വരരുത്. ട്യൂബിനെക്കാട്ടിയും കുറച്ച് കുറഞ്ഞിരിക്കണം. അതുപോലെ കൂടുതൽ കുറയുകയും ചെയ്തു. കൂടുതൽ കുറഞ്ഞ ഗ്യാസ് പുറത്തേക്ക് വരാതെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ സൈസ്, അതുപോലെ തന്നെ നമ്മൾ ഈ വാൽവിൻ്റെ ശക്തി, അതായത് നമ്മളിത് കത്തുമ്പം നമ്മൾ ഈ ആദ്യം ഇത് മണ്ണടിച്ച് നിറച്ചാണ് നമ്മൾ ഈ വാൽവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കത്തിക്കുമ്പോൾ ഈ മണ്ണടിച്ച് നിറച്ചതിന് ബലമില്ലെങ്കിൽ ഇത് കത്തുന്നതിനനുസരിച്ച് ഇത് പൊട്ടി എല്ലാം കൂടെ പുറത്ത് പോകും. പിന്നെ ഇത് മുന്നോട്ട് പോകില്ല. അതായത് ഈ തീ എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് പോകും. അപ്പോൾ മൂന്നാമത്തെ കാര്യം വാൽവിൻ്റെ ശക്തിയാണ്. നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഇന്ധനമാണ്. രണ്ടാമത്തെ കാര്യം ഈ വാൽവിൻ്റെ ആ ഒരു ഹോളിൻ്റെ വ്യാസം. മൂന്നാമത്തെ കാര്യം ഈ വാൽവിൻ്റെ ശക്തി. ഈ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം. ഈ മുകളിലത്തെ ഭാഗം നല്ല ശക്തിയായിട്ട് അടഞ്ഞിരുന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗ്യാസ് കത്തുന്നതിനനുസരിച്ച് മുകളിൽ കൂടെ തെറിച്ചങ്ങ് പോകും. അഞ്ചാമത്തെ കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബിൻ്റെ ബലവും. അതായത് ഈ ട്യൂബ് നല്ല ബലം ഉണ്ടായിരിക്കണം. നമ്മൾ ഒരിക്കലും ഈ ഗ്യാസ് കത്തി ഇതിൻ്റെ സൈഡിൽ കൂടെ പൊട്ടിത്തെറിച്ച് മാറി പോകാൻ പാടില്ല. എപ്പോഴും ഗ്യാസ് കത്തി താഴെ കൂടെ മാത്രമേ പോകാവൂ. അപ്പോൾ ഇതിന് നല്ല ബലം ഉണ്ടായിരിക്കണം. ഇനി ആറാമത്തെ കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ടെയിൽ ഫിന്നാണ്. നമ്മൾ ഇങ്ങനെ ഒരു ബലം കൊണ്ട് പറക്കുന്ന ഒരു വസ്തു എപ്പോഴും അതിൻ്റെ ഒരു ഗുരുത്വാകർഷണ ബലം, അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് പ്രഷറും ഏതാണ്ട് അടുത്തടുത്ത് വരണം. ഇവിടെ നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ കൊടുക്കുന്ന ഇവിടെ ഈ ഒരു പാർട്ടിലാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ വെച്ച് ഈ ടെയിൽ ഫിന്നിൻ്റെ ഭാരവും ഇതിൻ്റെ ഭാരവും തമ്മിൽ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ പ്രഷർ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഗ്രാവിറ്റി, അതായത് ഇവിടെ ഇങ്ങനെ ഭൂഗുരുത്വാകർഷണ കേന്ദ്രം ഉണ്ടാവുകയും അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കിട്ടാതെ ഇത് ചരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് പോവുകയും ചെയ്യും.
അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടെയിൽ ഫിൻ ഉപയോഗിക്കുന്നത്. ഇനി വലിയ വലിയ റോക്കറ്റുകളിൽ ടെയിൽ ഫിൻ നിങ്ങൾ കാണാറില്ല. അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ ടെയിൽ ഫിന്നും സൈഡ് ഫിന്നും, അതായത് സൈഡിലും ഫിൻ നമുക്കറിയാം ചിറക് വെച്ചിരിക്കും. അത് ഈ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിന് മാത്രമല്ല, വിമാനത്തിനും സബ്മറൈൻ, അതായത് അന്തർവാഹിനിയിലും ഈ ഫ്ലൂയിഡിൽ കൂടെ സഞ്ചരിക്കുന്നതല്ല, അതായത് ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയും, അതിൽ കൂടെ സഞ്ചരിക്കുന്ന എല്ലാ സ്റ്റെബിലിറ്റി കിട്ടാൻ നമ്മൾ ഫിന്നും അതുപോലുള്ള സാധനങ്ങളെല്ലാം വയ്ക്കാറുണ്ട്. പക്ഷേ വലിയ റോക്കറ്റുകൾക്ക് അങ്ങനെ കാണാറില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ എക്സോസ്റ്റ് വാൽവ് എന്ന് പറയുന്നത് ചലിപ്പിക്കാൻ കഴിയുന്നതാണ്. അതിന് ഗൈറോസ്കോപ്പിക് ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതായത് ഇലക്ട്രോണിക് വെച്ച് നമുക്ക് ഈ പോകുന്നതിനനുസരിച്ച് സെൻസ് ചെയ്തിട്ട് ചരിയുന്നുണ്ടോ അങ്ങനെ സെൻസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വാൽവ് തിരിച്ചും മറിച്ചും കൊടുക്കുന്ന ആ ഒരു രീതിയിലുള്ള മെക്കാനിസം. പക്ഷെ നമ്മുടെ ചെറിയ റോക്കറ്റുകളിൽ നമുക്ക് ഈ ടെയിൽ ഫിൻ മാത്രം മതി സ്റ്റെബിലൈസേഷൻ കിട്ടാൻ. അപ്പം ആറാമത്തെ കാര്യം ഇതാണ്, നമ്മൾ ടെയിൽ ഫിന്നിൻ്റെ ഭാരവും അതിൻ്റെ ആ ഒരു നീളവും. കൂടുതൽ ഭാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലിഫ്റ്റ് ചെയ്യൂല, കുറവാണെങ്കിൽ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ കിട്ടുകയും ചെയ്യില്ല. റോക്കറ്റ് മാത്രമല്ല, റോക്കറ്റിൻ്റെ ലോഞ്ച് ചെയ്യുന്ന ലോഞ്ചിങ് പാഡ് ചരിയുകയോ തിരിയുകയോ പോവുകയോ ചെയ്താൽ പോലും നമ്മുടെ റോക്കറ്റ് പരീക്ഷണം ഫെയിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റോക്കറ്റിൻ്റെ ലോഞ്ചിങ് പാഡ് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ലോഞ്ചിങ് പാഡിന് കുഴപ്പമുണ്ടെങ്കിൽ ഇതുപോലെ ആയിപ്പോൾ. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് എല്ലാം ശരിയാവുകയാണെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് കിട്ടും. അത് ഫെയിൽ ആവാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് കത്തിച്ച് പരീക്ഷിക്കും. പിന്നെ നമുക്ക് നമ്മളെ തിരി ഇതിൻ്റെ അകത്തേക്ക്, ഓക്കെ, നമ്മൾ ലോഞ്ച് ചെയ്യാനുള്ള സംഭവം റെഡിയാക്കിയിട്ട് എന്തായാലും നമ്മൾ ഈ റോക്കറ്റ് സക്സസ് ആയി. ഈ റോക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു തരം ഹോബിയാണ്. അതായത് ലോകം മൊത്തവും മിക്ക ആൾക്കാരും ഇതുപോലെ പലതരത്തിലുള്ള റോക്കറ്റുകൾ ഇങ്ങനെ പലതരത്തിലുള്ള റോക്കറ്റ് ഡിസൈൻ ചെയ്യുകയും ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരുതരം ഹോബിയാണ്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ അഥവാ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ, അതൊരു കുട്ടികളാരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇത് ഉണ്ടാക്കരുത്. മുതിർന്നവരുടെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ ചെറിയ ചെറിയ റോക്കറ്റുകൾ ഉണ്ടാക്കി നോക്കുക. ഇതിനെക്കാട്ടി സൈസ് കൂടിയ റോക്കറ്റ് ഒരു കാരണവശാലും ഉണ്ടാക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ തന്നെ ജനവാസം ഇല്ലാത്ത മേഖലകൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ മാത്രമേ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റൂ. അതുപോലെ റോക്കറ്റിൻ്റെ അറ്റത്ത് ഈ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളൊന്നും വെച്ച് നിങ്ങൾ ഒരിക്കലും ഇത് ഉണ്ടാക്കരുത്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ റോക്കറ്ററി, അതായത് റോക്കറ്റ് ഹോബി പരമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്നത് മരുഭൂമി പോലുള്ള വിശാലമായ സ്ഥലങ്ങളാണ്. അവർ വലിയ റോക്കറ്റുകൾ ഉണ്ടാക്കി വിടാറുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ആൾക്കാരും മരങ്ങളും ചെടികളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും ഇതിനെക്കാട്ടിയും സൈസ് കൂടിയ റോക്കറ്റുകൾ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയും അതുപോലുള്ള രസതന്ത്രപരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ